ഇത് ഞങ്ങളെ സെക്കൻഡ് ഇയർ ആനിവേഴ്സറി ആണ്. 2 ഇയറിനും ഞങ്ങൾ ഒരുമിച്ചല്ല, ലോങ് ഡിസ്റ്റൻസ് ആണ്. ഈസിയായി പറയുകയാണെങ്കിൽ പ്രവാസി ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ലൈഫിനെ കൂടുതലും ഒന്ന് റൊമാൻറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പേഴ്സണൽ ടച്ച് കൊണ്ടുവരുന്നതാണ് ഈ പ്രാവശ്യത്തെ ആനിവേഴ്സറി. ഞങ്ങൾ ഇനഫ് ലക്കിയാണ്. ഈ ഒരു ജനറേഷനിൽ കൂടുതൽ ഗിഫ്റ്റിംഗ് ഓപ്ഷൻസും ഓരോരുത്തരെ ഹാപ്പി ആക്കാനുള്ള കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആൻഡ് ഈ പ്രാവശ്യം കുറച്ച് പേഴ്സണൽ ടച്ചിലൂടെ കൊണ്ടുവരുത്താമെന്ന് വിചാരിച്ചു. ഇക്കാണെങ്കിൽ അവിടെ ഇക്കയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡേ സ്പെൻഡ് ആക്കും, ഞാനാണെങ്കിൽ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലും. പക്ഷേ ഈ പ്രാവശ്യം ഐ ഗോട്ട് മൈ പീരിയഡ്സ് ആൻഡ് എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ഹെൽ കൈൻഡ് ഓഫ് എ ഡേ. അപ്പോൾ ഹെൽത്ത് ഇല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ല എന്നാണല്ലോ. അപ്പോൾ കുറച്ച് ബ്രേക്കൊക്കെ എടുത്ത് എനിക്ക് 2-3 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ എടുത്തതാണിത്. പറഞ്ഞാൽ അപ്പം ഞാൻ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈസി ആയിട്ടൊരു ചെറുങ്ങനുള്ള ഹാപ്പി ആൻഡ് ഹെൽത്തി കേക്ക് ഉണ്ടാക്കി, അതും കഴിച്ച് പിന്നെ എല്ലാ ഇയറും എല്ലാ വർഷം ആനിവേഴ്സറിക്കും ചെയ്യണമെന്നുള്ളൊരു റിച്വലാണ് അപ്പുറത്തിപ്പുറത്തും ഞങ്ങൾ കരുതിയിട്ടുള്ളത്, ലെറ്റർ റൈറ്റിംഗ്. ആൻഡ് അത് എനിക്കൊരു പേഴ്സണലായി ഞാൻ ഈ മെമ്മോറീസ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ലെറ്റർ റൈറ്റിംഗ് ഒക്കെ വളരെ ഇഷ്ടമാണ്. ആൻഡ് അതിൽ ഞങ്ങൾ എത്ര സംസാരിച്ചാൽ പോലും ഞങ്ങൾ ലെറ്ററിൽ എഴുതുന്ന സമയത്ത് 1 പേജ് ആയിക്കോട്ടെ ഞങ്ങൾക്ക് കുറേ ഇമോഷൻസൊക്കെ ഞങ്ങൾക്ക് ആ ലെറ്ററിൽ വരുത്താൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ആൻഡ് ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് ഞങ്ങൾ ഇതൊക്കെ ഓരോരോ ആനിവേഴ്സറിൻ്റെ അടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ട്രഷർ ഓൺലി. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് കേട്ടോ. ഞാനങ്ങ് ഇവിടെ എഴുതിയിട്ട് ഇക്ക കഴിക്കും, ഇക്കാണെങ്കിൽ അവിടെ നിന്ന് എഴുതിയിട്ട് എനിക്ക് ലെറ്റർ അയച്ചു തരും. അപ്പോൾ ഈ പ്രാവശ്യത്തെ ആനിവേഴ്സറി അൽഹംദുലില്ലാ റാഹത്തായി. ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് അൽഹംദുലില്ലാ ഞങ്ങൾ സ്പെൻഡ് ചെയ്തതായിരുന്നു.